ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ഇഡിയുടെ കസ്റ്റഡിയിലാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല അദ്ദേഹമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത്. മദ്യനയ രൂപീകരണ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെ എന്ന ഇഡിയുടെ ചോദ്യത്തോട് മറന്നുപോയി എന്ന മറുപടിയാണ് കെജ്രിവാൾ നൽകിയത്. കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ ഇറക്കിയ ഉത്തരവിലും ഇഡി അന്വേഷണമുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ സമൂഹ മാധ്യമങ്ങളിൽ ആം ആദ്മി പാർട്ടി പിന്തുണ തേടി. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം തടയണമെന്ന പ്രതിപക്ഷ പരാതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാൻ ഒരുങ്ങുകയാണ്. വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ പാർട്ടികളുടെ പരാതിയിൽ ഇടപെടാൻ ഒരുങ്ങുന്നു, മാർഗനിർദ്ദേശം ഇറക്കാൻ പോകുന്നു എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. തീർച്ചയായിട്ടും ഉന്മേഷ, എന്തായാലും കേജ്രിവാളിന്റെ കാര്യത്തിൽ അത് കൂടുതൽ ഇഡി നടപടികൾ ശക്തമാക്കുകയാണ്. കാരണം അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇഡി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി കേജ്രിവാൾ നൽകുന്നില്ല. എന്തായാലും ഈ വരുന്ന 28-ാം തീയതിയാണ് ഇഡിയുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നത്. ആ സമയത്ത് കൂടുതൽ ദിവസത്തേക്ക് കൂടി ഇഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ആ സമയത്ത് കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നതും ഇതേ കാര്യമായിരിക്കും. എന്തായാലും നടപടി ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇഡി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കേജ്രിവാൾ കസ്റ്റഡിയിൽ തുടരുന്ന കേജ്രിവാൾ ഉത്തരവ് നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ ഏറുകയാണ്. അതിഷി ഇന്നലെ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ ഉത്തരവ് വായിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട BJP ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരാണ് ഉപയോഗിക്കുന്നത്, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഇഡിയും ഒരു അന്വേഷണം ആരംഭിച്ചതായാണ് അറിയുവാൻ കഴിയുന്ന സൂചന. അത് മന്ത്രി അതിഷിയെ കേന്ദ്രീകരിച്ചാണ് അത്തരമൊരു അന്വേഷണം നടക്കുന്നതായുള്ള സൂചനകൾ ലഭിക്കുന്നത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് കൂടി ആം ആദ്മി പാർട്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തു കൂടിയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ BJP ആകട്ടെ ഈ അഴിമതി സർക്കാരാണ് ഡൽഹി ഭരിക്കുന്നത് എന്ന പ്രചരണം ഉയർത്തി കേജ്രിവാളിന്റെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് നിലവിൽ നടത്തുന്നത്. ഇതിനിടയിൽ കൂടിയാണ് ആം ആദ്മി കേജ്രിവാളിന് പിന്തുണ അറിയിക്കുവാനായി ഒരു വെബ്സൈറ്റ് കൂടി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു നീക്കമെന്നാണ് ആം ആദ്മി പാർട്ടി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇഡി ഒരു പക്ഷത്ത് കേജ്രിവാളിനെതിരെ പിടിമുറുക്കുമ്പോൾ അതിനെതിരെ പാർട്ടി വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് തീർക്കുന്നത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ പരാതിയിൽ മാർഗനിർദ്ദേശം നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് പുറത്തുവരികയുണ്ടായി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.